നമസ്കാരം, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെണ്ടയ്ക്ക കുറച്ച് കിട്ടിയിരുന്നു, അതുകൊണ്ട് പുളി ഉണ്ടാക്കാൻ വിചാരിച്ചു. അങ്ങനെ വെണ്ടയ്ക്കൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി നമ്മൾ മുറിച്ചെടുത്തു. ഒരു 5-6 ചെറിയ ഉള്ളിയും 5-6 വെളുത്തുള്ളി, ഒരു വലിയൊരു തക്കാളിയും, ഒരു 2-3 പച്ചമുളകും നമ്മളെല്ലാം മുറിച്ച് വെച്ചു. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുത്തു. എന്നിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ അതിൽ എണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വരുമ്പോൾ ഉലുവ ഇട്ട് കൊടുത്തു. അങ്ങനെ കടുക് ഉലുവയൊക്കെ പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ടെന്ന്. ഒരു ചെറിയ ഉള്ളി, വലിയ ഉള്ളിയാണ്, അപ്പോൾ അതൊരു ഉള്ളി 2-3 കഷ്ണങ്ങളായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്ത്. ഒരു 5-6 വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ആ ഉള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമ്മൾ 2 ഉണക്കമുളകും 2 തണ്ട് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. അങ്ങനെ അതൊക്കെ മൂത്ത് റെഡിയായി വരുമ്പോൾ നമ്മൾ അതൊക്കെ മൂത്ത് വന്നപ്പോൾ 2-3 പച്ചമുളക് മുറിച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ 2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും അതിലേക്ക് ഇട്ട് കൊടുത്തു. നല്ലപോലെ വഴറ്റിയെടുത്തു. ഒരു തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തു. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ചാറിനനുസരിച്ച് വെള്ളം വെച്ച് കൊടുത്തു. അങ്ങനെ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നമ്മളതൊന്ന് മൂടി വെച്ച് വേവിക്കാൻ വെച്ചു. എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. അങ്ങനെ പുളിയൊക്കെ നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കും. വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തു. അങ്ങനെ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തു. അങ്ങനെ വെണ്ടയ്ക്കൊക്കെ നല്ലപോലെ വെന്ത് നമ്മുടെ വെണ്ടയ്ക്ക പുളി റെഡിയായി. വെണ്ടയ്ക്ക പുളി റെഡിയായി. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.